പൊങ്കാലയർപ്പിക്കാൻ ഇക്കുറി സിനിമാ സീരിയൽ താരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു. വർഷങ്ങളായുള്ള പതിവ് തെറ്റിക്കാതെ ചിപ്പി ഇക്കുറിയും പൊങ്കാലയർപ്പിക്കാനെത്തി. ഗൗരീനന്ദനം ലോഡ്ജിന് മുന്നിലായിരുന്നു പതിവ് പോലെ ഇക്കുറിയും ചിപ്പിയുടെ പൊങ്കാല. ചിപ്പിയുടെ പൊങ്കാല തർപ്പണം 12 വർഷത്തിലേറെയായി മുടക്കമില്ലാതെ തുടരുന്നു. ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങൾക്കുമുള്ള ഉപകാര സ്മരണയായിട്ടാണ് ചിപ്പി പൊങ്കാല അർപ്പിച്ചത്. 20 വർഷത്തോളമായി ഞാൻ പൊങ്കാല ഇടുന്നു. ഈ വർഷവും വീണ്ടും അമ്മയുടെ നടയിൽ, ശരിക്കും നടയിൽ തന്നെ പറയാം, വളരെ അടുത്ത് തന്നെ ഇടാനായിട്ടുള്ള ഭാഗ്യം ഈ വർഷവും കിട്ടി. നിവേദ്യം സിനിമയിലൂടെ മലയാളത്തിലെ പുതുതാരോദയമായ അപർണ നായരും പൊങ്കാല അർപ്പിക്കാനെത്തി. ചിപ്പിക്കൊപ്പം ഗൗരീനന്ദനം ലോഡ്ജിന് മുന്നിലായിരുന്നു പൊങ്കാല അർപ്പണം. നമുക്ക് ഈ ഒരു സമയമാകുമ്പം എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് എത്തണം എന്നാണ് ആഗ്രഹം. എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ഇവിടെ എത്താറുണ്ട്, പൊങ്കാല അർപ്പിക്കാറുണ്ട്. വിഘ്നങ്ങളെല്ലാം മാറി മകൻ ശ്രീശാന്ത് വീണ്ടും ക്രിക്കറ്റ് ലോകത്ത് സജീവമാകണേ എന്ന പ്രാർത്ഥനയുമായിട്ടായിരുന്നു അമ്മ സാവിത്രി ദേവിയുടെ വരവ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനിവിടെ പൊങ്കാലയിട മുടക്കാറില്ല. ഈ വർഷവും അതനുസരിച്ച് തന്നെ ഞാൻ പൊങ്കാലയിടാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം എൻ്റെ അവസ്ഥ അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഒപ്പം ഉണ്ടാവണമെന്നും അടുത്ത വർഷം വളരെ സന്തോഷത്തോടുകൂടി പൊങ്കാലയിടാൻ സാധിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. മന്ത്രി KP മോഹനന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും ഔദ്യോഗിക വസതിയായ സാനഡുവിന് മുന്നിലാണ് പൊങ്കാല അർപ്പിച്ചത്. 3 കൊല്ലം ഇടുന്നു. അവരുടെ ഭാര്യയും മറ്റൊരു ചേട്ടൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളും സഹോദരിമാരും അടക്കമുള്ള 72ഓളം അംഗങ്ങളാണ് ഇന്നിവിടെ പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. 2 വർഷം തുടർച്ചയായിട്ട് സാനഡുവിൻ്റെ മുന്നിലാണ് പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മാത്രമല്ല അന്യ സംസ്ഥാനത്തുള്ള സ്ത്രീകൾ പോലും കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള 42 പേരടക്കം കൂടുതലായിക്കൊണ്ട് 72ഓളം പേരാണ് ഇന്നിവിടെ പൊങ്കാല സമർപ്പിക്കുന്നത്. അയൽവാസികളായിട്ടുള്ള ഞങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കാണുന്നവരാണിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലെ ഏറ്റവും എൻ്റെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞിയമ്മ അടക്കമുണ്ട്. IG ശ്രീലേഖ ക്ഷേത്രനടയിൽ പൊങ്കാല അർപ്പിച്ചു. ഔദ്യോഗിക തിരക്കുകളിൽ നിന്ന് സമയം കണ്ടെത്തിയാണ് ശ്രീലേഖ IPS പൊങ്കാല അർപ്പിക്കാനെത്തിയത്. എല്ലാ തവണയും വരാറുണ്ട്. കഴിയുന്നത്ര പറ്റുന്നിടത്തൊക്കെ സമയത്തൊക്കെ വരാറുണ്ട്. വേറെ ഡ്യൂട്ടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് പൊങ്കാലയിടും. ഇപ്രാവശ്യം കുറച്ചും കൂടെ ഭംഗിയായി. ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടിയ പോലെ തോന്നുന്നു. മങ്ക മഹേഷ്, സിന്ധു തുടങ്ങി പൊങ്കാല അർപ്പിക്കാൻ സിനിമാ സീരിയൽ താരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായിരുന്നു.